ഹായ് ഫ്രണ്ട്സ്, ഒലീവ് ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഷിയ ബട്ടർ ലെമൺ സോപ്പാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് സോപ്പിൻ്റെ വീഡിയോ ഇട്ടിരുന്നത് ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനലിലായിരുന്നു. ഇപ്പോൾ ഞാൻ പുതിയൊരു ചാനൽ ഇതിനു വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഈ സോപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. 2 സോപ്പേ തയ്യാറാക്കണുള്ളൂ. അപ്പോൾ ഒരു ലെമണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കണം. അതിനുവേണ്ടി വെയിങ് മെഷീന് 0 ആക്കിയതിന് ശേഷം അതിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒലീവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ വിറ്റാമിൻ ഇയുടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലിസറിനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെറുനാരങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. എന്നിട്ടത് അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് 10 ഗ്രാമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ 10 ഗ്രാം കാണാത്തത് ഈ 6 ആയപ്പോൾ വെയിങ് മെഷീൻ ഓഫായി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 206 ഗ്രാം സോപ്പ് ബേസ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സോപ്പ് ബേസ് കട്ട് ചെയ്ത പാത്രം വെച്ചിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഈ ഇൻഗ്രീഡിയൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഷിയ ബട്ടർ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊരു സോപ്പ് എന്ന് പറയുമ്പോൾ അതും ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് തയ്യാറാക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിനുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് യെല്ലോ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോ കളറ്. അപ്പോൾ അത് വേണ്ടെങ്കിൽ ഒഴിവാക്കുക. പിന്നെ നാരങ്ങ നല്ല കളറുള്ളതാണെങ്കിൽ ചെറിയ കളറ് അതിനുണ്ടാവും. നാരങ്ങ അത്ര കളറില്ലെങ്കിൽ ഈ ഒരു യെല്ലോ കളർ കിട്ടൂല. നാരങ്ങയുടെ തൊലിയും കൂട്ടിയിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ട് ജ്യൂസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തത് ഫ്രാഗ്രൻസ് ഓയിലാണ്, ലെമണിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ. അപ്പോൾ അത് ഒരു 3 മില്ലിയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുത്തതിന് ശേഷം ഈ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ സോപ്പ് മോൾഡാണ്, അതിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇതിൽ നിന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഇതൊരു 100 ഗ്രാം എന്ന് പറഞ്ഞാൽ 100 ഗ്രാമിലും കുറച്ച് കൂടുതലുണ്ടാവും, എന്തായാലും കുറവുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ പത പോവാൻ വേണമെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, ഇതിലധികം പതയൊന്നുമില്ല. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇതിൽ നിന്നും എടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, ലെമണിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.